എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1650-ാം ദിവസം. ഇന്നത്തെ മലയാളം സെഷൻ വളരെ പ്രത്യേകതയുള്ള ഒരു സെഷനാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ ശാക്തീകരണത്തിനും ജെൻഡർ ഇക്വാളിറ്റിക്കും എല്ലാ സ്ത്രീ ശാക്തീകരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുന്നു. ഇന്ന് ഒരു വനിതാ ദിനം കൂടി വന്നിരിക്കുകയാണ്. ഇന്ന് വനിതാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ആദ്യമായി ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ ആരംഭിക്കും. ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിൽ ഔദ്യോഗികമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ അജിനി ഷംസുദ്ദീനെ ക്ഷണിക്കും. താങ്ക് യു ഡോക്ടർ ശൈല. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഹാപ്പി വിമൻസ് ഡേ ടു എവ്രി വൺ. കാരണം വിമൻസ് ഡേ സ്ത്രീകൾ മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണം. ഇത്രയും നല്ല സ്ത്രീകൾ കൂടെ ഉള്ളതിനും നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിനും പുരുഷന്മാരും വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം. ഇന്ന് സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഡ്യൂട്ടി. ഇന്ന് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ കൊട്ടാരത്തിന് ചുറ്റുമൊക്കെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇത് കൊട്ടാരമാണ്, ഇതിൻ്റെ അകത്ത് രാജാക്കന്മാരാണെന്നൊക്കെ പറയുമ്പോൾ മാഡത്തിന്റെ ഇത് കേട്ടായോ? ഓക്കെ. എന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന രാജാവിന്റെ മുഖവും എനിക്കറിയാവുന്ന അവരുടെ വേഷഭൂഷാദികളും ഒരു ബലവും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായി, നമ്മളെക്കാളും ഒക്കെ വളരെ സിമ്പിളായിട്ട്, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മളുടെ കൂടെ ഇതിനു മുമ്പും ജോയിൻ ചെയ്യുകയും നമുക്ക് ഹോമിയോപ്പതിയെ ഇഷ്ടപ്പെടുകയും ഒരു ഹോമിയോപ്പതി സ്നേഹിയായിട്ട് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന ഗൗരി പാർവതി ബായി തമ്പുരാട്ടിയെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം, സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ശ്രീവിദ്യയാണ്. ആശംസകൾ അർപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഡോക്ടർ ശ്രീവിദ്യയും ഡോക്ടർ ശ്രീമതി ഗംഗാ സുരേഷുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡോക്ടർ ശ്രീവിദ്യ സൂപ്രണ്ട് ഓഫ് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. ഡോക്ടർ ശ്രീവിദ്യയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം, യു ആർ വെൽക്കം. ശ്രീമതി ഗംഗാ സുരേഷ് ശിവഗിരി ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ അരുവിപ്പുറത്തിലെ പ്രിൻസിപ്പാളാണ്. മാഡത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാഡം എത്തിയിട്ടില്ലേ? ഉണ്ടോ? ഓക്കെ. അടുത്തതായി നമുക്ക് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ കവിത ശ്രീനിവാസനാണ്. ചരിത്ര വിഭാഗം മുൻ മേധാവി, ഗവൺമെന്റ് വിമൻസ് കോളേജ് ആണ്. ഡോക്ടർ കവിതയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ഇത്രയുമാണ് നമുക്ക് വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റ്. ഇനി ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്നതിലേക്ക് ഡോക്ടർ പി ശൈലയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ശൈല, വെൽക്കം. ആൻഡ് നമ്മളെ വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ജ്യോതിലക്ഷ്മി ഉണ്ട്. ജ്യോതിലക്ഷ്മി ഡോക്ടറിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൽ ചേർന്നിട്ടുള്ള, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ ഒന്നൊന്നായി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച മനോജ് ഡോക്ടർ, ധനേഷ് ഡോക്ടർ, ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ഓൾ. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. തുടങ്ങാം. ഓക്കെ ഡോക്ടർ അജിനി. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സെഷനായ ഉദ്ഘാടന കർമ്മമാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് കൗടിയാർ കൊട്ടാരത്തിലെ ശക്തമായ സാന്നിധ്യം ആയ ശ്രീമതി പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി തമ്പുരാട്ടിയെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ക്ഷണിക്കുകയാണ്. തുടങ്ങാം. നമസ്കാരം. നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. എനിക്കിത് വലിയ പരിചയമുള്ള കാര്യമല്ല, ഇങ്ങനത്തെ ഹൈ എൻഡ് ടെക്നോളജി.
എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ വീണ്ടും നിങ്ങളുടെ കൂടെ ഒത്തുചേർന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഹോമിയോപ്പതി അല്ല വിഷയം, സ്ത്രീ ശാക്തീകരണമാണ് വിഷയം എന്നാണ് ഡോക്ടർ ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. വാസ്തവം പറഞ്ഞാൽ എനിക്ക് വിമൻസ് ഡേനെ പറ്റി വലിയ അഭിപ്രായം ഇല്ലാത്തൊരു കാര്യമാണ്. വേറൊന്നും കൊണ്ടല്ല, സ്ത്രീകള് ദേ ഷുഡ് ബി സെലിബ്രേറ്റഡ് എവറി ഡേ. നമുക്ക് ഒരു ദിവസം ആണ്ടില്ല നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നതിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല. പുരുഷന്മാർക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം ഒഴിഞ്ഞു വയ്ക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ദിവസവും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുകയും വേണ്ട ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇന്ന് രാവിലെ പോലും വേറെ ഒരു വിമൻസ് ഡേ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞു, സ്ത്രീകളെന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്ക് വലിയ ആനയെ പോലെയാണ്. ആനയെ പോലെ എന്ന് വെച്ചാൽ അത്രയും വലിപ്പം ഉണ്ടെന്നല്ല പറഞ്ഞത്. ആനയ്ക്ക് അതിന്റെ സ്വന്തം ശക്തി അറിഞ്ഞു. ഈ വലിയ ഗംഭീരമായിട്ടുള്ള ഇത്രയും അഴകുള്ള ഒരു മൃഗം നമുക്ക് വാസ്തവത്തിൽ വേറെ കാണാനില്ല. ആന അവിടെ നിൽക്കുമ്പോൾ ആ പാപ്പാൻ ചെന്ന് ഒരു ചെറിയ കമ്പെടുത്ത് അതിന്റെ കാലിൽ വെച്ച് പറയും അവിടെ നില്ല ആനയെന്ന്, അതവിടെ നിൽക്കും. നമ്മൾ ഏറെക്കുറെ അങ്ങനെയാണ്. നമ്മുടെ സ്വന്തം ശക്തി, നമ്മുടെ സ്വന്തം കഴിവുകള് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്കൊരു ചെറിയ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട് പല ആളുകൾക്കും എന്ന് എനിക്ക് തോന്നുന്നു. സി ഷീസ് ഡൺ വെരി വെൽ ഈവൻ ദോ ഷീസ് എ വുമൺ. എത്ര സ്ഥലത്താണ് ഇത് കേട്ടിട്ടുള്ളത്. ആൻഡ് എ വുമൺ ഈസ് സപ്പോസ് ടു പെർഫോം ബെറ്റർ. ഷീ ഹാസ് ടു ഗോ ദ എക്സ്ട്രാ മൈൽ. ഒരു പുരുഷൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അധ്വാനിച്ച് കൂടുതൽ നല്ല റിസൾട്ട് കൊണ്ടുവരണം, അവരെ അംഗീകാരം കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് നോക്കുക, മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ അല്ല. പലരും പുരുഷന്മാരങ്ങനെ ചെയ്തു ഞങ്ങളും അങ്ങനെ ചെയ്യും. ദാറ്റ് ഇസ് ഐ തിങ്ക് എ റോങ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഒരിക്കലും തുല്യബലം അല്ല. അവരെ നമ്മളെ പോലെ അല്ല, നമ്മൾ അവരെ പോലെ അല്ല. അപ്പൊ നമ്മൾ ഒരു പാരലൽ ആയിട്ട് പോവുകയാണ്, സൈഡ് ബൈ സൈഡ്. അല്ലാതെ ചില കാര്യങ്ങളിൽ പുരുഷന്മാരാണ് കൂടുതൽ കഴിവുള്ളത്, ചില കാര്യങ്ങളിൽ നമ്മളാണ് കൂടുതൽ കഴിവുള്ളത്. അതൊരു കോമ്പറ്റീഷനായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതൊരു സ്ത്രീ ചോദിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ സത്യമായിട്ടുള്ള മറുപടികൾ കിട്ടുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവർ കുറച്ചുകൂടെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് ഒന്ന് ചിരിച്ച് ഒന്നല്ല അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഫോർത്ത് കമ്മിങ് ആയിരിക്കും പേഷ്യൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മേ ബി ഐ ആം റോങ്. അത് ഡോക്ടർ മനോജ് അവിടെ ഇരിക്കുന്നു എനിക്ക് കാണാം, പിന്നെ ഒരു ഡോക്ടർ ധനേഷ് ഇരിക്കുന്നു, ഒന്നും അതിനകത്ത് കാണാം. ഒന്നും തോന്നല്ലേ, നിങ്ങളെ തരംതാത്തി പറയുകയല്ല ഒരിക്കലും. എനിക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളോടൊപ്പം ഒന്ന് കൈകോർത്ത് പിടിച്ചൊരു അല്പസമയം കഴിയാൻ സാധിച്ചതിൽ. സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മ വരുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ എന്ത് നല്ലൊരു ഇതാണ്. ഈ മധുരത്തിലുള്ള കൊച്ചു പഞ്ചസാര ഗുളിക എന്ന് പറയുമ്പോൾ അവര് സന്തോഷമായിട്ട് കഴിയും. സൂചിയില്ല, ഗുളികകൾ മെഴുകണ്ട, ഇത് സന്തോഷമായിട്ട് കുട്ടികൾ മുട്ടായി തിന്നുന്ന പോലെ വന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വിചാരിച്ചാൽ ലൈഫ്സ് ഓഫ് പീപ്പിൾ കുഡ് ബി ബെറ്റർ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു വെളിച്ചവും സന്തോഷവും നിറവും തരാൻ സാധിക്കും. അതിനുവേണ്ടി ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദിവസവും ശക്തി കൂടി നന്മയുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ടിട്ടെ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാത്രി നിങ്ങളെ ഒരുപാട് നേരം പ്രസംഗിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സെഷനൊക്കെ നന്നായിട്ട് പോട്ടെ. എല്ലാവിധമായ ഭാവുകങ്ങളും നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും നമ്മളെ ഒരുപാട് പ്രചോദനം ചെയ്യുന്ന വാക്കുകളാണ് തമ്പുരാട്ടിയിൽ നിന്ന് വന്നത്. IFPHന്റെ സന്തോഷവും ആദരവും തമ്പുരാട്ടിയെ അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ മുഖ്യ പ്രഭാഷണമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിലെ മുഖ്യ പ്രഭാഷണം സ്ത്രീ ശാക്തീകരണ സമൂഹത്തിന്റെ ആവശ്യം എന്ന വിഷയത്തിൽ
മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ഡോക്ടർ കവിത ശ്രീനിവാസനെ ക്ഷണിക്കുന്നു. IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ പങ്കാളികൾക്കും ആദ്യമേ അന്താരാഷ്ട്ര സ്ത്രീ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. വനിതാ ദിനത്തിന്റെ ഇന്നത് മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. രാവിലെ കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷന്റെ വനിതാ വിഭാഗത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കവടിയാറിൽ വെച്ചിട്ട് അവിടെ KCCW എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് ഇന്ന് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത്. രാവിലത്തെ ക്ലാസ്സിൽ ദിവ്യ എസ് അയ്യറാണ് വന്നിരുന്നത്. ഒരു സെലിബ്രിറ്റിയെ പോലെ എല്ലാവരും അവരെ പൊതിയുന്നത്, ഒരു ഫിലിം സ്റ്റാറിനേക്കാൾ ഒരു മാഹാത്മ്യം അവർക്ക് കിട്ടണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. കേരളത്തിലെ സ്ത്രീ എത്ര മുന്നേറിയിരിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഓരോ ദിവസവും കാണാൻ സാധിക്കും. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ചില വാക്കുകൾ പറയുന്നത്. എന്നെ ഈ നല്ലൊരു ദൗത്യത്തിന് ക്ഷണിച്ച എല്ലാ ഭാരവാഹികളോടും, ഡോക്ടർ ഭാഗിയോടും അതുപോലെ മനോജ് സാറിനോടും മറ്റെല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വരുന്നതിന് കഴിഞ്ഞതിന് ഞാൻ നന്ദിയുള്ളവയാണ്. നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീമായിട്ട് എടുത്തിരിക്കുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ ആണ്. പ്രവൃത്തി ത്വരിതപ്പെടുത്തുക. എന്ത് പ്രവൃത്തി? ലിംഗസമത്വത്തിന്റെ പ്രവൃത്തി. ലിംഗസമത്വം എന്ന ആശയം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. UN-ന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഇതേ തോതിൽ ഇതേ വേഗതയിൽ പോയാൽ 2158 മാത്രമേ ലിംഗസമത്വം ഭൂലോകത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കുറെ കൂടി ഫാസ്റ്റ് ആക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ വർഷത്തെ ഈ വിഷയത്തില് വേറൊരു കാര്യം അടങ്ങിയിട്ടുള്ളത്, അവയർനെസിന്റെ കാലം കഴിഞ്ഞു. ലിംഗസമത്വം വേണോ വേണ്ടേ എന്നുള്ള ചർച്ചയൊന്നും ഇനി കാര്യമില്ല. സ്ത്രീ പുരോഗതി, സ്ത്രീ ശാക്തീകരണം, ഇതൊന്നും ഇനി അവെയർ ആക്കേണ്ട കാര്യമില്ല. ആരെയും ഇനി ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് കേരളം പോലെയും അല്ലെങ്കിൽ UN-ന്റെ തീരുമാനം അനുസരിച്ച് അത് ഓൾറെഡി ഒരുപാട് അവയർനെസ് എത്രയോ കാലം കൊണ്ട് 1985 തൊട്ട് അല്ലെങ്കിൽ ബീജിംഗ് സമ്മേളനം തൊട്ടൊക്കെ ധാരാളം, ബീജിംഗ് സമ്മേളനത്തിന്റെ 30ാമത്തെ വർഷമാണിത്. അതുകൊണ്ട് അവയർനെസ് ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ആക്ഷനിലേക്ക് പോവുക. എന്താണ് നമ്മൾ ആക്ഷൻ ചെയ്യുക എന്നാണ്. മാത്രമല്ല നമുക്കറിയാം, ആദ്യമൊക്കെ നമ്മളുടെയൊക്കെ, നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും, നമ്മളുടെ എന്നെപ്പോലെ സീനിയേഴ്സിന്റെയൊക്കെ ആദ്യ കാലത്ത് വിമൻ ഇമാൻസിപ്പേഷൻ എന്നാണ് പറഞ്ഞത്. ഇമാൻസിപ്പേഷൻ ഓഫ് വിമൻ, സ്ത്രീകളുടെ വിമോചനം എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിമോചനം ആർക്കാണ്? വിമോചനം എപ്പോഴും നമുക്കറിയാം അടിമകൾക്കാണ് വിമോചനം കൊടുക്കുന്നത്. അന്ന് സ്ത്രീ അടിമയാണെന്ന് എല്ലാവരും സമ്മതിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതാണ് ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും പറഞ്ഞു സ്ത്രീയെ ശാക്തീകരിക്കുക. കുറെ കാലം കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ, അക്കാലത്തും ഇന്നത്തും അതേപോലെ തന്നെ സ്ത്രീ ശരീരം അന്നേരം വളരെ വല്ലാതെ എല്ലാവരും സൂം ചെയ്യുകയും അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയും അതിന് വിധേയപ്പെട്ടവരുണ്ട് തീർച്ചയായിട്ടും. ഹതഭാഗ്യരായ അവരുടെ കാര്യം നമ്മൾ മറക്കുന്നില്ല. പക്ഷേ അതിൽ ഉൾപ്പെടാത്ത ലക്ഷോപലക്ഷം സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് കുറെ കൂടി മുന്നോട്ട് വന്ന് സ്ത്രീ പുരുഷ തുല്യത എന്നൊക്കെ പറയാൻ തുടങ്ങി. വീണ്ടും അത് കഴിഞ്ഞ് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോഴാണ് ജെൻഡർ തുല്യത എന്നുള്ളത് പറയാൻ തുടങ്ങിയത്. ജെൻഡർ തുല്യത എന്ന് പറയുന്നത് നമുക്കറിയാം, ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, ഒരു സാമൂഹിക നിർമ്മിതിയാണത്. ആദിമ സമൂഹങ്ങളിൽ ഇരതേടി ജീവിച്ചിരുന്നവരുടെ ഇടയിൽ യാതൊരു ജെൻഡർ വിഭജനങ്ങളും ഉണ്ടായിരുന്നില്ല. സ്ത്രീ ഇന്ന ജോലി ചെയ്യണം, പുരുഷൻ ഇന്ന ജോലി ചെയ്യണം എന്നൊന്നുമില്ല. അവരൊന്നിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. പിന്നെ സ്വകാര്യ സ്വത്ത് വന്നു, നിയോലത്തിക് കാലഘട്ടമായി, സംസ്കാരങ്ങളായി. അവിടെ നിന്നാണ് ഇങ്ങനെ ഈ വീതം വയ്പ് തുടങ്ങിയത്. അങ്ങനെ സ്ത്രീയെ ചില നർച്ചറിങ്, കെയറിങ്, അതുകൊണ്ട് പ്രസവം ഉള്ളത് കൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആക്കുകയും അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ മധ്യകാലഘട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്തരം ജോലികളാണ്, ഒരു ഉദ്യോഗം കിട്ടിയാൽ പോലും ഒരു നഴ്സിംഗ് പോലത്തെ അത്തരം ജോലികളിലേക്ക് സ്ത്രീകളെ മാറ്റുകയും ചെയ്തു.
പുരുഷന്റെ സംസ്കാരത്തോടൊപ്പം പുരോഗമിക്കുന്നില്ല സ്ത്രീയുടെ സംസ്കാരം. നമുക്കറിയാം റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം യൂറോപ്പിലൊക്കെ ഉണ്ടാകുമ്പോഴും സ്ത്രീകൾക്ക് യാതൊരു പുരോഗതിയില്ല. സ്ത്രീകളെ അങ്ങനെ പ്രത്യേകിച്ച് ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. അന്ന് പുരുഷനാണ് കംപ്ലീറ്റ്. നിങ്ങൾ എടുത്ത് നോക്കിക്കോളും. പിന്നെ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ എന്തായിരുന്നു അവസ്ഥ? ഇവിടെ നമുക്കറിയാം, ഞാൻ ചോദിക്കട്ടെ, ജെൻഡർ എന്ന് പറയുമ്പോൾ പണ്ട് അന്തർജനങ്ങൾ തന്നെയായിരിക്കണം, അവർ ഘോഷയിൽ നടക്കണം, അതൊരു വിഭാഗം, സവർണ വിഭാഗം സ്ത്രീകളുടേത്. പിന്നെ അതേപോലെ പുളികുടി അല്ലെങ്കിൽ താലികെട്ട് കല്യാണം, അങ്ങനെ കുറെ ആചാരങ്ങൾ. സ്ത്രീയാണോ അവർക്ക് വിദ്യാഭ്യാസം പാടില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഒന്നുമേ ഇല്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ആധുനിക കാലഘട്ടമായപ്പോഴേക്കും സ്ത്രീ വിദ്യാഭ്യാസം ചെയ്യുന്നു, ഉദ്യോഗത്തിന് പോകുന്നു. സ്ത്രീ അന്തഃപുരത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല, ഘോഷയിട്ട് മറക്കേണ്ട കാര്യമില്ല, പൊളികൂടി വേണ്ട, ഒന്നും വേണ്ട. ഒന്നും സംഭവിച്ചില്ലല്ലോ. അന്ന് ഇതെല്ലാം നിർബന്ധമായിട്ട് പറഞ്ഞത് നമ്മൾ അന്ന് അനുഭവിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നെല്ലാം നമ്മളിപ്പോ മോചിതരായി. ഒരു മാറ്റവും സമൂഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സമൂഹം, സ്ത്രീ മുന്നേറുന്നിടത്തോളം സമൂഹം വളർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് നമുക്ക് കേരളത്തിലെ പരിഷ്കരണങ്ങളിലേക്ക് വരാം. കേരളത്തിലെ സ്ത്രീ പരിഷ്കരണം ആക്ച്വലി മിഷണറിമാരാണ്, വിദേശ മിഷണറിമാരാണ് ആദ്യമായിട്ട് പരിഷ്കരണം നടപ്പിലാക്കിയത്. തിരുവിതാംകൂർ രാജകുടുംബത്തിനൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ ഏറ്റവും ഉചിതമായ ആളെയാണ് ഇന്ന് ക്ഷണിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബമാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ റോൾ മോഡൽ. അവര് ശാക്തീകരിക്കപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ നമുക്കറിയാം, സവർണ വിഭാഗം, കൂട്ടുകുടുംബ വിഭാഗത്തില് സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരല്ല. അവർക്ക് ഭൂസ്വത്തിന് അവകാശമുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിൽ എങ്ങനെ ഒരു രണ്ട് സ്ട്രീം നമ്മൾ കാണണം, അത് കാണാതിരുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണത്തിലെല്ലാം കേരളത്തിലെ കൂട്ടുകുടുംബങ്ങൾ, തറവാടുകൾ ഒരു വലിയ പഠനമാണ്. അങ്ങനത്തെ മിഷണറിമാര് വന്നു, അവർക്ക് എല്ലാ പിന്തുണയും തിരുവിതാംകൂർ നൽകി. 1813 തന്നെ തിരുവിതാംകൂറിൽ റാണി എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് നമ്മൾ പുരോഗമിച്ചു. പിന്നെ എല്ലാവർക്കും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടി. മിഷണറിമാരും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ശ്രീ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, പിന്നെ അയ്യൻകാളി, മഹാത്മാ അയ്യൻകാളി തുടങ്ങിയിട്ട് എല്ലാവരും പുരുഷന്മാരാണ്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം നടന്നു. സ്ത്രീ ശാക്തീകരണം പുരുഷന്റെ നേതൃത്വത്തിൽ നടന്നപ്പോഴും എത്രത്തോളം ശാക്തീകരിക്കപ്പെടാം, എന്തെല്ലാം സ്ത്രീക്ക് പാടുണ്ട് പാടില്ല എന്ന് അവർ തന്നെ ഏതാണ്ടൊരു നിയമം അവർ കൊണ്ടുവന്നിരുന്നു. അതിലേറ്റവും രസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഭ്യസ്തവിദ്യനായ പുരുഷന് അഭ്യസ്തവിദ്യയായ പങ്കാളി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ അയച്ചത്. അന്നത്തെ കാലത്ത് അഭ്യസ്തവിദ്യരായ പുരുഷന്മാർ പറയാണ്, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് പഠിച്ച പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിൽ ഒരു പെൺകുട്ടിയും പഠനത്തിന് വിടില്ല. അന്ന് ഫോക്കസ് വിവാഹം തന്നെയാണ്. പുരുഷനെ വേണ്ടാത്ത ഒരു പെൺകുട്ടിയെ ആ സംസ്കാരത്തിൽ ആരും വളർത്താൻ പോകുന്നില്ല. അതായിരുന്നു സത്യത്തിൽ അന്നത്തെ. അപ്പൊ അന്ന് നമ്മളിങ്ങനെ ശാക്തീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും, റിഫോം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാലും, വളരെ നേരിയ ഒരു ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു നല്ല കാലഘട്ടം കാണുന്നത് സാക്ഷരതയാണ്. സാക്ഷരതാ പ്രസ്ഥാനം വന്നതോടുകൂടി എല്ലാവരും, കേരളത്തിലെ സ്ത്രീകൾ എഴുതാനും വായിക്കാനും എല്ലാവർക്കും സൗകര്യം കിട്ടി. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഫലമാണ് കേരളത്തിൽ കാണുന്ന ഈ ജനസംഖ്യാ നിയന്ത്രണ കാര്യങ്ങൾ. സ്ത്രീകളാണത്. ഞങ്ങളുടെയൊക്കെ, എനിക്ക് ഓർമ്മയുണ്ട് 1960-കളിൽ എൻ്റെയൊക്കെ വലിയച്ഛൻ, കൊച്ചച്ഛൻ, അവരുടെയൊക്കെ ഭാര്യമാർക്ക് അന്ന് 6-7 മക്കളുണ്ടായിരുന്നു. പിന്നെ അവർ 4, പിന്നെ അവർ 2 ഒക്കെ ആക്കണത് എനിക്ക് ഓർമ്മയുണ്ട്. അത് അവര് തന്നെയാണ്, സ്ത്രീകളുടെ തീരുമാനമാണത്. നമുക്ക് ഇത്ര കുട്ടി മതി. അവിടം തൊട്ടാണ് സ്ത്രീക്ക് ഒരു സ്പേസ് കിട്ടുന്നത്, ശ്വാസം വിടാൻ ഒരു സമയം കിട്ടുന്നത്. അവിടം തൊട്ടാണ് ഈ സ്ത്രീയുടെ, ഈ ആധുനിക സ്ത്രീ എന്ന് പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസവും അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന സ്ത്രീകളെയാണ് ആധുനിക സ്ത്രീകൾ എന്ന് പറയുന്നത്. അവരുടെ ചുവട് പിടിച്ചാണ് പിന്നെ സ്ത്രീകളുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ സാക്ഷരത വന്നു. ഇതിനിടയിൽ 1980-കളാവുമ്പോൾ UN-ന്റെ പ്രഖ്യാപനം വന്നു. 85 ആകുമ്പോഴേക്കും കേരളത്തിൽ ഒരുപാട്, ഇന്നത്തെ മനോരമയിൽ ധാരാളം ഉണ്ട്, കേരളത്തിൽ ഒരുപാട് സ്വയംഭരണ സ്ത്രീ പ്രസ്ഥാനങ്ങൾ വന്നു. രാഷ്ട്രീയക്കാരുടെ പിന്തുണയില്ലാതെ തന്നെ നമുക്കറിയാം, ബോധന, മാനുഷി, നിസ തുടങ്ങിയിട്ട് ഒരുപാട് സംഘടനകൾ ആ കാലഘട്ടത്തിൽ വന്നു. അവർ പ്രധാനമായിട്ട് ഈ ലൈംഗിക അതിക്രമങ്ങളിലേക്കാണ് കേന്ദ്രീകരിച്ചത്. കാലക്രമേണ അവര് കാലഹരണപ്പെടുകയും അതില്ലാതാവുകയും ചെയ്തു.
പക്ഷെ കേരളത്തില് വീണ്ടും വലിയ ശക്തി ഉണ്ടാകുന്നത് ജനകീയാസൂത്രണത്തിലാണ്. 50% സ്ത്രീകളല്ല, 58% സ്ത്രീകളാണ് കേരളത്തില് നമുക്കിന്ന് അധികാര പദവികളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2017 സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള പുതിയ വകുപ്പ് ഉണ്ടാകുന്നു. ജനസംഖ്യയുടെ അപ്പോൾ ഏതാണ്ട് 75% ആളുകളും ഈ പ്രത്യേക വകുപ്പ് അവർക്കൊരു പ്രത്യേക ഒരു രീതിയിൽ അവർക്കൊരു പരിഗണന കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കേരള സംസ്ഥാനം വളരെ പുതിയ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ശക്തമായ നിലപാടുകൾ പിന്നീട് തുടർന്ന് നമ്മൾ എടുക്കുന്നതായിട്ടും കാണുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ അതിനെ ഒരുപാട് വിമർശിക്കാം, ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ സ്ത്രീയുടെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അത് മറ്റ് ലോകത്ത് വേറെ എങ്ങും നടക്കൂല. അപ്പൊ കേരളത്തിലെ സ്ത്രീകൾ വളരെ വളരെ ആദ്യമേ തന്നെ അവരുടെ താല്പര്യം കൂടി ഉൾപ്പെട്ടിട്ടാണ് ഹേമ കമ്മിറ്റിയൊക്കെ ഉണ്ടാകുന്നതിന് സ്ത്രീകളുടെ താല്പര്യത്തിലാണ്. അപ്പൊ സ്ത്രീകൾ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പുരോഗതി സാധ്യമാവുകയുള്ളൂ. അങ്ങനെ കേരളത്തിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വളരെ ജെൻഡർ അനുകൂലമായ ഒരു ഘട്ടത്തിലാണ്. നമ്മൾ എവിടെ ചെന്നാലും ഒരു രാഷ്ട്രീയ ശരികേട് ജെൻഡറിന്റെ ഭാഗത്തുനിന്ന് കണ്ടാൽ അവിടെ ഉടനെ ഒരു സ്ത്രീ ഇടപെടും, യാതൊരു സംശയവും വേണ്ട. പണ്ടത്തെ പോലെ ആരും സ്ത്രീകളെ കളിയാക്കുമ്പോൾ കൈയടിക്കുന്നില്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതിനെ വാഴ്ത്തിപ്പാടാനായിട്ട് ഇന്ന് സമൂഹം താല്പര്യമില്ല. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ അതിനോട് ഭൂരിഭാഗം സമൂഹവും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവുമല്ല പങ്കാളികളായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എല്ലാ നിയമങ്ങളും ആയിക്കഴിഞ്ഞു. സ്ത്രീ എന്നുള്ളതിന്റെ പേരിൽ ആരും നമ്മളെ മാറ്റിവെക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഇനിയും ലിംഗസമത്വത്തിലേക്ക് നമ്മുടെ ആക്ഷൻ എങ്ങനെയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ലിംഗസമത്വം എന്ന് പറയുന്നത് പുരുഷനെതിരല്ല, അല്ലെങ്കിൽ സ്ത്രീ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷനെ അടിച്ചമർത്തുകയല്ല, അതേപോലെ കുടുംബത്തിനെതിരല്ല. ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണ കൊണ്ടാണ് സ്ത്രീകൾ ചിലപ്പോൾ ഒതുങ്ങാനായിട്ടുള്ള. അങ്ങനെയല്ല, നമ്മൾ കുടുംബത്തിനുള്ളിൽ ഇങ്ങനെയല്ലേ, നമ്മൾ സ്ത്രീകൾ അങ്ങനെ വളരേണ്ടതുണ്ടോ? അപ്പൊ നമ്മൾ ഉദ്യോഗം ശരിയോ, ഉദ്യോഗമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എങ്കിലും നമ്മൾ ഈ പുരുഷാധിപത്യത്തിന്റെ ഒരു ചില ബാക്കി ലാഞ്ചനകൾ തമ്പുരാട്ടി അത് കറക്റ്റായിട്ട് പറഞ്ഞു. അതിവിടെ നമ്മൾ ആനയുടെ ഫ്രണ്ടിൽ അത് വളരെ കൃത്യമായി ഞാൻ പറയാൻ വെച്ചിരുന്ന എക്സാമ്പിൾ അതായത് എല്ലാ എക്സാമ്പിളും അത് വളരെ കൃത്യമാണ്. ആ രീതിയിൽ സ്ത്രീകൾ ഭയന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ഓർത്തോളൂ, കേരള സമൂഹമാണ് ഈ നഴ്സിംഗ്, പ്രത്യേകിച്ച് നഴ്സുമാര് വിദേശത്ത് പോയത്. അത് കേരളത്തിന്റെ മൈഗ്രേഷൻ വലിയ ഗംഭീരമാണ്, ശാക്തീകരണത്തിന്റെ വലിയൊരു സാധ്യതയാണ് അവിടെ. അതേപോലെ തന്നെ നമ്മൾ കാണുന്നു ഗൾഫ് കാലം, അന്ന് സ്ത്രീകൾ ഇവിടെ നന്നായിട്ട് നടത്തി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ആക്സിലറേറ്റ് ആക്ഷൻ. എങ്ങനെയാണ് ആക്സിലറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റ് ഭാഗം. ഏറ്റവും പ്രധാനം, ഇന്ന് ഇസഡ് ജനറേഷനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. 1995 അല്ലെങ്കിൽ 96 2012 ഇടയിൽ ജനിച്ചവരായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നവരും ഭൂരിഭാഗം, അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇനി അങ്ങനെ ഉള്ളവരായിരിക്കും. അപ്പോ അവര് ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമ്മളാണ് അവരെ ലിംഗസമത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്നാണ് അവരുടെ പരാതി. ബിക്കോസ് അവര് പറയുകയാണ് എനിക്ക് പഠിക്കണം, എനിക്ക് കുറച്ചുകൂടെ പഠിച്ച് ഉദ്യോഗം നേടിയിട്ട് എനിക്ക് ജോലി മതി. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പറയുന്നു അങ്ങനെയല്ല, 23, 24 വയസ്സിൽ കല്യാണം കഴിക്കണം. ഇപ്പൊ നമുക്കറിയാം മാരേജ് ഏജൻസികളും അതുപോലെ സർവേകളെല്ലാം പറയുന്നുണ്ട് പെൺകുട്ടികൾ അങ്ങനെ വിവാഹങ്ങൾക്ക് തൽപരരല്ല, അവര് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരുകയാണ്. അപ്പൊ ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് വിടുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അവരെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചതുപോലെ അവരുടെ പാഷനിൽ നിന്ന് അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് തടയേണ്ട. അവർ കുടുംബജീവിതമൊക്കെ അവർ ഗംഭീരമായിട്ട് കെട്ടിപ്പടുത്തോളും. ആവശ്യമുണ്ടെങ്കിൽ അതൊന്നും ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് നമ്മൾ കയറ്റുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. 2, ഈ ഡൗറി അതുപോലത്തെ കാര്യങ്ങൾ ആ കുട്ടികളെ പേടിപ്പിക്കുകയാണ്. പല പേടി കൊണ്ടും ഈ കുട്ടികളെ വിവാഹം കഴിക്കാൻ മടിക്കുന്നു. അപ്പൊ അതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ഇനി നമുക്ക് മാറ്റങ്ങൾ വരണം. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഉള്ളിലുള്ള ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യം പൂർണ്ണമായിട്ട് നമ്മൾ പുറത്തെടുക്കുക.
നമ്മള് കുടുംബിനിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊഴിലിന്റെ കുറച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കുടുംബിനികളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങിക്കഴിയുക, അതൊന്നും ഇന്ന് കേരളത്തില് ആവശ്യമുള്ളൊരു കാര്യമല്ല. കാരണം ഒരു പുരുഷനും അത് പ്രതീക്ഷിക്കുന്നില്ല. പുരുഷാധിപത്യം എന്നൊക്കെ ഞാൻ പറയുന്നെങ്കിലും പുരുഷന്മാര് വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞു. നമുക്ക് അവരെ പരാതി പറയാനൊന്നില്ല. അവര് ലിംഗസമത്വത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെയാണ് ഉത്തരവാദിത്വമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്ത്രീകളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അവരുടെ ബെസ്റ്റ് വേർഷൻ അവരെടുക്കുക. നമ്മൾ പറയില്ലേ, ഇപ്പോഴത്തെ നമ്മൾ പറയും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ ഇതാണ് എന്റെ ലേറ്റസ്റ്റ് വെർഷൻ, ഇതാണ് എന്റെ ബെസ്റ്റ് വേർഷൻ. നമ്മളുടെ ഓരോരുത്തരുടെയും ബെസ്റ്റ് വേർഷൻ, വനിത എന്നുള്ള തരത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബെസ്റ്റ് വേർഷൻ നമ്മൾ എടുത്തേ തീരൂ. കാരണം നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ വേറൊരു വശം കൂടി ഞാൻ പറയാതെ പോകുന്നില്ല. നമ്മള് ശ്രദ്ധിച്ചോളൂ, നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും മകൾ, ഭാര്യ, അമ്മ, മറ്റേ സീനിയർ ബന്ധുക്കൾ തുടങ്ങിയിട്ടുള്ള എല്ലാ റോളും, കുടുംബിനി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളുടെ ആ ഭൂമികയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ സമൂഹത്തിന്റെ ഒരു കണ്ണാടിയുണ്ട്, അതിലൂടെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം പെർഫെക്റ്റ് ആണോ, ഇതിലേതിലെങ്കിലും ഒരു വീഴ്ച വരട്ടെ, ഒരാൾ വിവാഹിതയായില്ല, അല്ലെങ്കിൽ ഒരു വിവാഹമോചനം നടത്തി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അവൾക്ക് എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടായി, ഇതെല്ലാം തന്നെ സ്ത്രീയെ കുറ്റപ്പെടുന്ന തരത്തിലാണ് പലപ്പോഴും സമൂഹം ഇപ്പോഴും സമൂഹത്തിന്റെ ചില കോണുകളെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കാണും. പക്ഷെ പുരുഷൻ, മകൻ, ഭർത്താവ്, അല്ലെങ്കിൽ കുടുംബനാഥൻ തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും പാളിച്ച വന്നാലും അതൊരു വലിയ ചർച്ചയാകുന്നില്ല. അവരാരും വിലയിരുത്തപ്പെടുന്നില്ല. അപ്പൊ അവരെ, സ്ത്രീകളെ വിലയിരുത്തുന്ന ഒരു സംസ്കാരമുണ്ട്. അതിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആരെയും വിലയിരുത്തേണ്ട ആവശ്യം, നമ്മളെങ്കിലും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ നമ്മളെങ്കിലും ശ്രദ്ധിക്കുക. ഇതെല്ലാം സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ചാലക്കുടി ബാങ്ക് കൊള്ള കേസിൽ അയാളെ പിടിച്ചപ്പോ അവിടെ പത്രങ്ങളിലെല്ലാം വാർത്തയായി, അയാളുടെ ഭാര്യ വരുന്നു, അത് പേടിച്ചിട്ടാണെന്ന്. ഓക്കെ, അപ്പൊ വേറൊരു കുട്ടി എണീറ്റ് പറയാണ്, അയാളുടെ ഭാര്യ എന്തിനെതിരോട്ട് പഴിച്ചെടുക്കണം, തെറ്റ് ചെയ്തത് അയാളാണ്. അപ്പൊ ആ സ്ത്രീയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ കേരളത്തിലെ ആനുകാലിക സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബെസ്റ്റ് വേർഷൻ നമുക്ക് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റവും നല്ല, നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. പിന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മറക്കണം. നമ്മൾ സ്ത്രീ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഇന്റർസെക്ഷനാലിറ്റി ഉണ്ട് കേരളത്തിൽ. ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ കള്ളിക്കുള്ളിൽ തന്നെ പലതരം സ്ത്രീകളുണ്ട്. ആ പലതരം സ്ത്രീകളിൽ ഏറ്റവും ശാക്തീകരിക്കപ്പെട്ടവര് നിങ്ങൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും അത് കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും ഹരിതകർമ്മസേന അംഗങ്ങളും ആണ് എന്നുള്ളതാണ്. അവരാണ് പറയുന്നത്, മകൾ അവിടെ നിൽക്കട്ടെ, അവൾക്ക് ആവശ്യം പോലെ പഠിക്കട്ടെ, അവളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളെ. ആ തരത്തിൽ അവര് വളരെയധികം ആക്സിലറേറ്റ് ആക്ഷൻ എന്നിടത്തേക്ക് അവർ പോയി കഴിഞ്ഞു. ഒരു പക്ഷെ അഭ്യസ്ത വിദ്യരായ നമ്മൾ വളരെയധികം നോക്കി കണ്ട്, എപ്പോഴും മിഡിൽ ക്ലാസ് അങ്ങനെയാണ്, കുറച്ച് ആശയങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ട് ആരെന്ത് പറയും എന്നുള്ള ഒരു കംഫർട്ട് സോണിലേക്കൊക്കെ നീങ്ങും. അപ്പൊ നമ്മുടെ നാട് വളരെ സ്ത്രീകളെ ഇങ്ങനെ ലിംഗസമത്വം ആയിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ നമ്മളെ പോലുള്ള വനിതകളെ കൊണ്ട് മാത്രമല്ല, അതിസാധാരണക്കാരും അതിദരിദ്രരുമായ സ്ത്രീകളെ കൊണ്ടുകൂടിയാണ്, അവരുടെ തിരിച്ചറിവ് കൊണ്ടുകൂടിയാണ് ഇവിടെ ഈ തരം പിന്നെ ആരോഗ്യരംഗവും അതുപോലെ തന്നെ ശിശു മരണ നിരക്ക് കുറയുന്നതും എല്ലാം അവരുടെയും കൂടി സംഭാവനകളാണ് എന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ്. നിങ്ങളെ ഉദ്യോഗസ്ഥകളാണെങ്കിൽ നിങ്ങളെല്ലാം സംരംഭകരും കൂടെയാണ് പലരും, എനിക്കറിയാം. റിട്ടയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ സംരംഭകരാകും, നിങ്ങൾ പലർക്കും തൊഴിൽ ദാതാക്കളാകും. അപ്പൊ ഈ ഹോമിയോപ്പതിക് അസോസിയേഷൻ ഇതിലുള്ള എല്ലാവരും തന്നെ വളരെ സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ നന്നായി നയിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നതാണ് ശരി. നിങ്ങളുടെ ഇടം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. കാരണം ജീവിതം സ്ത്രീകളുടേത് കൂടെയാണ്. നമുക്കും അവകാശങ്ങളുണ്ട്. നമ്മുടെ ഈ ഓജസ്സും തേജസ്സും മനോഹാരിതയും നമ്മുടെ ഈ ഊർജവും എല്ലാം തന്നെ നമുക്ക് നൽകപ്പെടുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയിലൂടെയാണ്. അങ്ങനെ നമ്മുടെ ബെസ്റ്റ് വേർഷൻ എടുക്കാൻ ആക്സിലറേറ്റ് ആക്ഷനിലൂടെ
ലിംഗസമത്വത്തിലേക്ക് എത്ര ദൂരം പോകാം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും ജാഗ്രതയുള്ളവരായി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ മാഡം, മുഖ്യ പ്രഭാഷണം വളരെ ഗംഭീരമായി. മാഡത്തിനും IFPHന്റെ സ്നേഹവും സന്തോഷവും ആദരവും എല്ലാം അറിയിക്കും. അടുത്തത് നമ്മുടെ പ്രോഗ്രാമിൽ അടുത്തതായി നടക്കേണ്ടത് ആശംസാ പ്രസംഗമാണ്. ആദ്യമായി ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീവിദ്യ, സൂപ്രണ്ട്, എറണാകുളം ജില്ലാ ഹോമിയോ ആശുപത്രി, ഡോക്ടർ ശ്രീവിദ്യ ക്ഷണിക്കും. മ്യൂട്ട് ആണ്, സൗണ്ട് കേൾക്കുന്നില്ലല്ലോ ഡോക്ടറെ. കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഓക്കെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടക ശ്രീ മൂലം തിരുനാൾ ജോലി പാർവതിഭായ് തമ്പുരാട്ടി, മുഖ്യ പ്രഭാഷകർ ശ്രീ കവിത ശ്രീനിവാസൻ, പിന്നീട് മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളും. ഇന്ന് ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, റേഞ്ച് കുറവാണെന്നാ എനിക്ക് തോന്നുന്നത്. കേൾക്കുന്നുണ്ട് ഡോക്ടറെ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഇപ്പൊ നന്നായിട്ട്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന IFPHന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ ഇങ്ങനെയുള്ള മുഖ്യ പ്രഭാഷണങ്ങളുടെ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുവാൻ വേണ്ടി IFPH എടുക്കുന്ന ഇത്തരത്തിലുള്ള പ്രയത്നങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും കൂടെ ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സ്ത്രീ ശാക്തീകരണത്തിന് ഏത് പടിയിൽ വരെ എത്തി എന്നതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലും, അതുകൂടാതെ തന്നെ നമ്മൾ ഇനി എവിടം വരെ എത്തണം എന്നുള്ളതിന്റെ ഒരു പുനർചിന്തയും കൂടെ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഈ ഇന്റർനാഷണൽ വിമൻസ് ഡേ എന്ന് പറയുന്നത്. സ്ത്രീ ശാക്തീകരണം പൂർണ്ണമായി എത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്തിയില്ല. കാരണം പല വീടുകളിലും പല വ്യക്തികളിലും പല സമൂഹത്തിലും സ്ത്രീ ശാക്തീകരണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഈ പ്രാവശ്യത്തെ മോട്ടോ ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ള മോട്ടോ സ്വീകരിക്കാൻ ഇടയായത്. കാരണം ത്വരിതപ്പെടുത്തിക്കൊണ്ട് ഈ ജെൻഡർ ഇക്വാലിറ്റി നമ്മളുടെ സമൂഹത്തിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അപ്പൊ അത്തരത്തിലൊരു മേഖലയിൽ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളുടെ കഴിവുകളിലൂടെ സ്ത്രീ ശാക്തീകരണം നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരങ്ങൾ പലപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു ദിവസം നമ്മുടെ MP വന്ന ഒരു ഫംഗ്ഷനിൽ MP പറയായിരുന്നു, ഈ ഹോസ്പിറ്റൽ ഇവിടുത്തെ ജില്ലയിലെ DMO ഒരു പെണ്ണാണ്, പിന്നെ സ്ത്രീയാണ്, ആശുപത്രി സൂപ്രണ്ട് സ്ത്രീയാണ്, ഇവിടുത്തെ RMO സ്ത്രീയാണ്, ഇവിടുത്തെ MO സ്ത്രീയാണ്, ഇവിടുത്തെ മെജോറിറ്റി 90% സ്റ്റാഫും സ്ത്രീകളാണ്. ഈ സ്ഥാപനം ഈ ജില്ലയുടെ അഭിമാനമാണ്. അപ്പൊ അത് തന്നെയാണ് ഒരു നമ്മളുടെ മേഖലയില് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് വളരെയധികം പുരോഗമിച്ചു വരികയാണ്. ഇതിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മളുടെ ഈ ജില്ലയിലുള്ള വിവിധ മേഖലയിലെ പുരോഗതിയുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലേഡി ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്വയം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാഹരണമാകുമ്പോഴും നമ്മൾക്ക് സ്ത്രീ ശാക്തീകരണം ലഭിക്കാതെ പോയത് കൊണ്ട് ഒരുപാട് മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തെ നേരിടുവാനുള്ള അവസരങ്ങളും ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സീതാലയം, ജനനി, എന്ത് തന്നെ സ്ത്രീ ശാക്തീകരണം പറഞ്ഞാലും പക്ഷേ ഇത് ഈ ഒരു ചിന്ത അത് ഒരുപക്ഷെ എഡ്യൂക്കേഷനിന്റെ ഒരു പോരായ്മ കൊണ്ടും ഒക്കെ ഉണ്ടാവും. നമ്മൾ അപ്ലിഫ്റ്റഡ് ആകുമ്പോൾ, എഡ്യൂക്കേഷണലി വെൻ വി ബിക്കം അപ്ലിഫ്റ്റഡ്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം കൂടുകയും ആ സെൽഫ് കോൺഫിഡൻസ് കൂടുമ്പോൾ നമ്മളുള്ള ഒരുപാട് കഴിവുകൾ പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജനനി പോലുള്ള പല ഇതിലും വനിതാ ചികിത്സയ്ക്ക് വരുമ്പോൾ ആദ്യമായി എത്തുന്ന പലപ്പോഴും സ്ത്രീകളാണ്. അപ്പൊ അവർ പുരുഷന്മാർ വരുന്നില്ല, ചികിത്സയ്ക്ക് എത്തുന്നില്ല എന്ന് പറയുകയും സ്ത്രീക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞ് സ്ത്രീയെ മാത്രം ചികിത്സയ്ക്ക് വിടുന്നവരെ ഇക്കാലത്തും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അവരിലെല്ലാം നമുക്കൊരു കൗൺസിലിംഗ് കൊടുക്കാനും അവരിൽ
ഈ സ്ത്രീ സമത്വത്തെ കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ സീതാലയം അങ്ങനെയുള്ള പല പദ്ധതികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും ആ ഒരു സമത്വം ഇല്ലായ്മ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്, ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഈ ഇതിൽ സ്ത്രീകൾ ഉണ്ടാവുന്നതും അത് വിവിധ തരം രോഗങ്ങളിലേക്ക് വഴിമാറുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പം ഈ ജെൻഡർ ഇക്വാലിറ്റി കിട്ടുന്നത് കൂടി ഒരു ഹെൽത്തി സമൂഹത്തെ കൂടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു ഒരു ശരിയായ തത്വം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമ്മൾക്ക് ഡോക്ടർമാർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വയം ശാക്തീകരണം നേടാൻ കഴിയട്ടെ എന്നും നമ്മളിലൂടെ നമ്മളുടെ സമൂഹത്തിലുള്ളവർക്ക് ഇത് നിരസിക്കപ്പെടുന്നവർക്ക് അത് എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും IFPHന്റെ ഈ ഒരു ഇത്തരത്തിലുള്ള ഉദ്യമങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ, അത് പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എന്നും കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജനനി പ്രോജക്റ്റിന്റെ ജനനിയായിട്ടുള്ള ഡോക്ടർ ശ്രീവിദ്യയ്ക്ക് IFPHന്റെ എല്ലാവിധ സന്തോഷവും സ്നേഹവും അറിയിക്കും. താങ്ക് യു. ഓക്കെ, അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഗംഗാ സുരേഷ്, പ്രിൻസിപ്പൽ, ശിവഗിരി സെൻട്രൽ സ്കൂൾ, അരുവിപ്പുറം, മാഡത്തിനെ ക്ഷണിക്കുക. നമസ്തേ, കേൾക്കാമോ? കേൾക്കാം. ഹോമിയോപ്പതിയുടെ ഈ അന്തർദേശീയ സംഘടന വളരെ ഊർജ്ജസ്വലതയോടുകൂടി ചർച്ചയും പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വസ്തുത. ഞാൻ കുറച്ച് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഹോമിയോപ്പതി എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് ഞാൻ ഒരു അനുഭവസ്ഥയാണ്. എൻ്റെ അമ്മ ഒരു 10 വർഷത്തോളമായി ഹോമിയോ ചികിത്സ തുടരുകയാണ്. നല്ല ഫലമാണ് അമ്മയിൽ അത് കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളും ഈ സംഘടന ചർച്ചയ്ക്ക് വിഷയമാക്കുന്നു, അല്ലെങ്കിൽ അതും പങ്കുവെച്ചു പോകുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ ആശംസ അറിയിക്കാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നു. അതിനൊരു അവസരം ഒരുക്കിയത് നമ്മുടെ കേരളകൗമുദിയിലെ കല എന്ന എൻ്റെ സുഹൃത്താണ്. ഏതായാലും വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി ലഭിച്ചതിൽ ഞാൻ ഏറെ സന്തോഷത്തിലാണ്. ഇപ്പോ നമ്മുടെ മുഖ്യ പ്രഭാഷക പറയുകയുണ്ടായി, ഇന്നത്തെ ഈ 2025 ലോക വനിതാ ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ലിംഗസമത്വ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതപ്പെടുത്തുക എന്നതാണ്. ഒരു കൂട്ടം ആൾക്കാരിലേക്ക് മാത്രം ഈ സമത്വം എന്നുള്ള ഒരു ചിന്ത ഒതുങ്ങി നിൽക്കാതെ എല്ലാവരിലേക്കും അതായത് അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാം തന്നെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ലഭ്യമാകുന്ന തരത്തിലേക്ക് ആക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു സന്ദേശത്തിന്റെ ലക്ഷ്യങ്ങൾ. ഞാൻ ഇന്നത്തെ കാലഘട്ടവും കൂടെ താരതമ്യപ്പെടുത്തി ഞാൻ കുറച്ച് കാര്യങ്ങൾ ആശംസയോടൊപ്പം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ മുഖ്യ പ്രഭാഷക പറഞ്ഞതുപോലെ തന്നെ ഇത് ശാക്തീകരണം എന്ന് പറയുന്നത് വെറും ബാഹ്യമല്ല, ബാഹ്യമെന്നതിലുപരി ആന്തരികമാകണം. ബാഹ്യം എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാം പുരുഷനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് കാണാം, വാർത്തകളിലും മറ്റും നിറഞ്ഞു കാണുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം എന്നത് ഏത് തരത്തിലാണ് അത് അതിന്റെ ഓപ്പോസിറ്റ് ഫലമാണ് നമുക്ക് മിക്കപ്പോഴും കാണാൻ കഴിയുന്നത്. പുരുഷനെ പോലെ വസ്ത്രം ധരിക്കുക, യാത്ര ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അവർ ചെയ്യുന്നതായ രീതികൾ, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ശാക്തീകരിക്കപ്പെട്ടു എന്നൊരു തെറ്റായ ധാരണയും അനുഭവമാണ് ഇന്നത്തെ ഒരു തലമുറയിൽ അധികം കണ്ടുവരുന്നത്. ശാക്തീകരണം പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത് ആന്തരികമായ ഒരു ശാക്തീകരണമാണ് ആദ്യം വേണ്ടത്. ഒരു ശക്തമായ ശ്രേഷ്ഠമായ ചിന്തകൾ നിറഞ്ഞ ശക്തമായ ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥാനങ്ങൾക്ക് അപ്പുറം
ഒരു സ്വന്തമായ ഒരു സാമ്പത്തിക സുരക്ഷിതത്വവും അത്യാവശ്യമാണ്. അപ്പോ ഒരു ലക്ഷ്യബോധവും സാമ്പത്തിക സുരക്ഷിതത്വ ബോധവും ഉണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ ശാക്തീകരണത്തിന്റെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എന്റെ ചിന്തകളിൽ എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ശാക്തീകരണ ബോധം ഉണ്ടാകേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. എത്ര നാരീസ്തു പൂജ്യതേത് അത്ര രമതാം ദേവത എന്നാണ്. എവിടെ സ്ത്രീയെ പൂജിക്കപ്പെടുന്നു അവിടെ ദേവത കുടികൊള്ളുന്നു എന്നാണ്. അപ്പൊ പൂജിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ആരാധിക്കുകയല്ല. കുടുംബങ്ങളില് സ്ത്രീയെ അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ശരിക്കും ഒരു ശാക്തീകരണ ചിന്തയോടുകൂടി തന്നെ അവർ വളർന്നു വരികയും അവരുടെ വീട്ടിനും കുടുംബത്തിനും ഒക്കെ നാട്ടിനുമൊക്കെ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. അപ്പോ ഇന്ന് ഏതൊരു തൊഴിലും ഏത് രംഗത്തും ഏതൊരു തൊഴിൽ കൊടുത്താലും ഏതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തും വളരെ പ്രാഗൽഭ്യത്തോടെ അത് പ്രവർത്തിച്ചു പോകാൻ സ്ത്രീകൾ സജ്ജരാണ് എന്നാണ് പല നമ്മുടെ അനുഭവങ്ങളും വെളിപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഈ ശാക്തീകരണം നേടി വരുന്ന ആളുകൾക്ക് നമുക്ക് ഭരണാധികാരികളും സമൂഹവും നൽകേണ്ടത് തുല്യ അവസരങ്ങൾ കൂടെയാണ്. സമത്വം എന്ന് പറയുന്നത് അവിടെയാണ് വരേണ്ടത്. അവസരങ്ങളിൽ ഒരാൾ എന്തായി തീരണമെന്ന് നിർണയിക്കുന്നത് അവർക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. തുല്യ അവസരങ്ങൾ ലഭ്യമല്ലാതെ വരികയാണെങ്കിൽ ആർക്കും ഒരിടത്തും തന്നെ എത്താൻ കഴിയുകയില്ല. അപ്പോ ഒരു അവസര സമത്വം, ലിംഗസമത്വം എന്നത് ഒരു അവസര സമത്വം കൂടെ ആയി തീരണമെന്നുള്ള ഒരു ആഗ്രഹം കൂടെയാണ്, ഒരു കാര്യം കൂടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഏകദേശം 50ാം വാർഷികമാണ് ഇന്ന് ആചരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോ ആചരിക്കപ്പെടുന്ന ആ വേളയില് എല്ലാവരിലേക്കും ഈ ഒരു സമത്വ സന്ദേശം, അതായത് അവസര സമത്വ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഈ ഹോമിയോയുടെ അന്തർദേശീയ സംഘടന വളരെ ഊർജ്ജസ്വലമായി അതിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകട്ടെ. ഇതുപോലെ സാമൂഹികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള ദിവസങ്ങളെ ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ ഒന്ന് സംഘടിപ്പിക്കാനും അതിന്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കാനും ഇനിയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ മാഡം, മാഡത്തിനും ഞങ്ങളുടെ IFPHന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് വളരെ സന്തോഷം പങ്കെടുത്തതിന്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ മുഖ്യപ്രഭാഷണം ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഒരു 2 മിനിറ്റ് എടുത്ത് വിളിക്കുന്ന മുറയ്ക്ക് എന്താണ് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളതെന്ന് നമുക്ക് ഓരോരുത്തരിൽ നിന്നും കേൾക്കാം. ആദ്യം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ സജീവമായിട്ടിരിക്കുന്ന ഒരു പുരുഷനെ തന്നെ വിളിക്കാം, ഡോക്ടർ മനോജ്. ഡോക്ടർക്ക് ഈ വനിതാ ദിനത്തിൽ എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് തുല്യത നമ്മുടെ ഉള്ളിൽ തന്നെ തുടങ്ങണം എന്നുള്ളതാണ്. അതായത് ആൺമക്കളെയും പെൺമക്കളെയും രണ്ടായി കാണുന്നവർ എത്ര പേരുണ്ട് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ നാത്തൂനെയും മറ്റുള്ളവരെയും, അത് എന്റെ വീട് അവരുടെ വീട്. അപ്പൊ അവനിവനെന്ന് അറിയുന്നതോർത്താൽ അവനിൽ ആദിമമായ ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവൻ സുഖത്തിന്. ഇവിടെ ആത്മസുഖത്തിന് ആചരിപ്പുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പോ അവിടെയുള്ള ബാക്കി എല്ലാം ചേർന്ന് പാലിനകത്ത് ഉപ്പ് കോരി ഒഴിച്ച് കണക്കൊരു ഒരു ക്ലൗഡിങ് ഉണ്ടാവും. എന്നിട്ടാണ് ഇവിടെ ഫൈറ്റ് തുടങ്ങുകയാണ്. അപ്പൊ ഇത് ഓരോരുത്തരും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അവസര സമത്വം അത് തീർച്ചയായിട്ടും ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നേരത്തെ നമ്മുടെ ബഹുമാനോട് തമ്പുരാട്ടി പറഞ്ഞാൽ ഒരിക്കലും ഒരുപോലെ ആകാനല്ല ശ്രമിക്കേണ്ടത്. കൂടെ നിൽക്കുക, ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തരാണ്, ബയോളജിക്കലി വ്യത്യസ്തരാണ്, ശരീരം കൊണ്ട് വ്യത്യസ്തരാണ്, ബുദ്ധി കൊണ്ട് വ്യത്യസ്തരാണ്. കാരണം തീർച്ചയായിട്ടും സ്ത്രീകളെക്കാളും പുരുഷന്മാരെക്കാളും ബുദ്ധി സ്ത്രീകൾക്കാണ്. ദേ ആർ ബോൺ വിത്ത് ഇന്റലിജൻസ്. അത് കോളേജിൽ പഠിപ്പിച്ച അധ്യാപകർക്കറിയാം കുട്ടികൾ എങ്ങനെയാണ്. അവര് വീട്ടിൽ കൊച്ചുങ്ങളെ നോക്കിയിട്ട് പഠിക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ പുരുഷൻ തലകുത്തി നിന്നാൻ പറ്റുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആത്മവിമർശനത്തിന് തയ്യാറായി മുന്നേറിയാൽ
തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യം സാധിക്കാൻ കഴിയും. നന്ദി. നന്ദി. അല്ല, നന്ദി ഇപ്പോഴേ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷം മനോജ് ഡോക്ടറെ, നല്ല വാക്കുകൾക്ക്. അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, ഡോക്ടർ ഷാജി കുടിയാട്ട്. ഡോക്ടറെ 2 വാക്ക് സംസാരിക്കുന്നുണ്ടോ? ഡോക്ടർ മ്യൂട്ടാണ്. ഡോക്ടറെ സംസാരിക്കും. നമസ്കാരം. ആഗോളതലത്തില് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങള് പണ്ടുകാലേ തുടങ്ങിയതാണ്. അത് അതിൻ്റെ ഒരു നല്ല ദിശയിൽ സഞ്ചരിച്ചു. ഇപ്പോൾ അത് ലോകത്തിന്റെ ഒരു ഭാഗത്തായി മാറി. അവിടെ പല രീതിയിൽ ഇതിന്റെ ഒരു കോൺസിക്വൻസസ് വന്നിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും തന്നെയാണ് തമ്പുരാട്ടി പറഞ്ഞത്. വളരെ അർത്ഥവത്തായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീയെ ഏറ്റവും ആദരിച്ച് വന്നിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമാണ് ഭാരത സംസ്കാരം. അവിടെയാണ് നമ്മൾ ഇപ്പൊ ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു പാശ്ചാത്യ നിർമ്മിതിയായിട്ട് നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് തന്നെ മാതാപിതാ എന്നാണ്. മാതാവിനെ ഒന്നാമത്തെ ദൈവമായിട്ട് ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമാണ് നമ്മുടേത്. ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരവുമാണ് നമ്മുടേത്. അപ്പൊ ആ മാതാവിന്റെ സ്ഥാനം ഇന്നും ലോകത്ത് ഏറ്റവും പ്രസിദ്ധമാണ്. ആണും പെണ്ണും ഈ ലോകത്ത് എത്തണമെങ്കിൽ സ്ത്രീയായ മാതാവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ മനുഷ്യ സമൂഹം ലോകത്ത് നിലനിന്ന് പോകണമെങ്കിൽ സ്ത്രീയുടെ മാതൃത്വം എന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഭംഗിയായി നിർവഹിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട് എന്ന് ഞാൻ ഈ ശാക്തീകരണ വേളയിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഡിറക്ഷൻ പാശ്ചാത്യ സമൂഹത്തിന്റെ സങ്കല്പങ്ങളിലോട്ട് അതിപ്രസരപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സന്ദേഹം എന്നെ പോലെയുള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ക്യാൻസറിനെ പ്രത്യേക രീതിയിൽ എടുത്ത് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനത് വളരെ ലളിതമായിട്ട് ഒന്ന് പറഞ്ഞാൽ, സ്ത്രീയും പുരുഷനുമാണ് വ്യത്യസ്തമായ ധർമ്മങ്ങളും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി വ്യത്യസ്തരായി രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. ആ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വ്യത്യസ്തതകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ആ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് അവരവരുടെ ധർമ്മങ്ങൾ ചെയ്ത് സമൂഹത്തിന് അവരവരുടെ ധർമ്മങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെടുമ്പോഴാണ് അവര് ഈക്വലായിട്ട് മാറുന്നത് എന്നുള്ള ഒരു സങ്കല്പം കൂടി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ധാർമ്മികമായ ഉത്തരവാദിത്വം മനുഷ്യനോട് പുലർത്തേണ്ടത് സ്ത്രീയാണ്. ഭാരത സമൂഹം എന്നും ആ ഒരു മഹത്വത്തെ മാനിച്ചാണ് സ്ത്രീയെ കണ്ടുകൊണ്ടിരുന്നത്, സ്ത്രീയെ ബഹുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അമ്മ എന്നാണ് സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അമ്മ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടെ ആ സ്ത്രീക്ക് ആ ബഹുമാനം കിട്ടിക്കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഈ അമ്മ എന്നുള്ള വിളി തന്നെ നമ്മുടെ പേരിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല സ്ത്രീകൾക്കും മാതൃത്വത്തിലോട്ട് വരുന്നതിനോ മാതാവാകുന്നതിനോ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിൻ്റെ എതിർ മനോഭാവമുള്ള അവസ്ഥയുണ്ട്. ഇത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിപ്രസരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണണം. കാരണം ഭാരത സംസ്കാരം ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ജിയോഗ്രഫിക്കലി നമ്മുടെ ഭാരതം ജിയോഗ്രഫിക്കലി ഇരിക്കുന്ന ഒരു പൊസിഷനാണ്. അത് ഭൂമധ്യരേഖയ്ക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂപ്രദേശത്ത് മനുഷ്യർക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംസ്കാരം മനുഷ്യന്റെ ആരോഗ്യത്തോടെയുള്ള നിലനിൽപ്പിനും ഒക്കെ ഉതകുന്ന ഒരു സംസ്കാരം ഉടലെടുക്കുന്നതിന് നമ്മുടെ ഈ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് സാധിച്ചിരുന്നു. ഇന്ന് ലോകത്തെ നയിക്കുന്നവര്
കൊടും ശൈത്യങ്ങൾ അനുഭവിക്കുന്ന ഭൂപ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അവരവിടെ ചേക്കേറി പുതിയ സംസ്കാരം ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് 3000, 4000, 300, 200 ഒക്കെ 500 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം നമ്മൾ ലോകത്തിന് മാതൃകയാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിലെ സ്ത്രീകള് നമ്മുടെ സംസ്കാരത്തിന്റെ മഹിമ ഉൾക്കൊണ്ട് അത് ലോകത്തിന് മാതൃകയാക്കാൻ ഈ സ്ത്രീ ശാക്തീകരണ ദിനത്തില് ലോകത്തിന് മാതൃകയാക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ലോകത്തിന്റെ മാതൃകയായ ഉത്തമ ഉദാഹരണങ്ങളായി ഭാരത സ്ത്രീ എന്നും വാഴ്ത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഡോക്ടർ ഷാജി കുടിയാട്ട്, അവിടെ ഈ വെളുപ്പാങ്കാല സമയമായി. ഡോക്ടർ ഉറങ്ങാതെ ഇരുന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെ സന്തോഷം. ഓക്കെ, അടുത്തത് ഷാലുരാജൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഹോമിയോപ്പതി സ്നേഹി കൂടിയല്ലേ. 2 വാക്ക് ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇല്ല ഷാലുരാജനുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒരു സീനിയർ ആയിട്ടുള്ള രമാദേവി അമ്പാടി മാഡം ഉണ്ട്. അമ്പാടി അമ്മയെ ക്ഷണിക്കാം. അമ്പാടി അമ്മയുണ്ടോ? ഡോക്ടർ ഉണ്ട്. ഉണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യാമോ? എനിക്ക് വയ്യ. ആ, ശബ്ദമൊക്കെ മാറിയിരിക്കുന്നു. കുഴപ്പമില്ല മാഡം. എനിക്ക് കുറച്ച് ഓക്കെ. പനിക്കുന്നുണ്ട്. ഓക്കെ. ആശംസ അർപ്പിക്കാണ്, എനിക്ക് വയ്യാത്തോണ്ട്. ഓക്കെ അമ്മ, അമ്പാടി റെസ്റ്റ് എടുക്കും. ഓക്കെ, ഇനി ആരാണ്? ഭദ്രമ്മ ഡോക്ടർ ഉണ്ടല്ലോ. ഏലിയമ്മ ഡോക്ടർ ഉണ്ട്. ഏലിയമ്മ ഡോക്ടർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭദ്രാമ്മ ഡോക്ടർ ഉണ്ടോ? കാണുന്നില്ലല്ലോ ഭദ്രാമ്മ ഡോക്ടറെ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഉണ്ട്, അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ, നമ്മുടെ വനിതാ ദിനത്തിൽ ശ്രീവിദ്യ ഡോക്ടറെ കോൺട്രിബ്യൂഷനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. ശ്രീവിദ്യ ഡോക്ടർ നമ്മുടെ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ മെൻഷനിങ് ആവശ്യമുള്ള വ്യക്തിയല്ലേ. തീർച്ചയായിട്ടും. അതിന് ഞാൻ പറഞ്ഞു, ജനനി പ്രോജക്റ്റിന്റെ ജനനി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ അത് ജനനി പ്രോജക്റ്റ് കൊണ്ടുവരികയും ആ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണോ നടപ്പാക്കേണ്ടത് അതിന് രൂപരേഖ ഉണ്ടാക്കുകയും ആദ്യമായി തുടങ്ങുകയും ശ്രീവിദ്യ ഡോക്ടർ ആണല്ലോ ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിലെ ഡോക്ടറെ. അതിപ്പോ എന്താ, നമ്മുടെ ആശുപത്രി ഏതൊരു ഡോക്ടറെ? ശ്രീവിദ്യ ഡോക്ടറെ സ്വന്തമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അനുവദിച്ചു, അതിന്റെ പണി നടക്കേണ്ട ഏതൊരു ഡോക്ടറെ? എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഗൈനക്കോളജിസ്റ്റിനെ വെച്ച് ഡെലിവറി വരെ അറ്റൻഡ് ചെയ്യുകയും വളരെ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാം. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉള്ള രീതിയിലായിരുന്നു അവിടുത്തെ ജനനി പ്രോജക്റ്റിന്റെ പ്രവർത്തനം. ഡോക്ടർ അതുകൂടി ഒന്ന് വിശദമാക്കിയ വളരെ സന്തോഷം. ജനനിയുടെ പ്രോജക്റ്റ് ആദ്യത്തെ ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ജനനിയിൽ നമുക്ക് 4000-ലേറെ കുഞ്ഞുങ്ങൾ, അതായത് അമ്മമാർ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഏതാണ്ട് 3500ഓളം കുഞ്ഞുങ്ങളും ജനിച്ചിട്ടുണ്ട്. അതൊരു ടീം വർക്കാണ്. ഞാൻ ആദ്യത്തെ മെഡിക്കൽ ഓഫീസറാണ് ജനനിയില്. കണ്ണൂര് നമ്മൾ തുടങ്ങി. ആദ്യത്തെ 100 കുട്ടികളുടെ സംഗമം നമുക്ക് അവിടെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡോക്ടേഴ്സും ഇത് എല്ലാ ജില്ലയിലും ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്കിത് ഒരു സ്റ്റേറ്റ് വൈഡ് ട്രാക്ക് ചെയ്തൊരു പ്രോജക്റ്റും ഇതിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് അങ്ങ് സെൻട്രൽ വരെ എത്തിക്കാനും കഴിഞ്ഞു. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കൊരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി സെന്റർ തുടങ്ങാനായിട്ട് സർക്കാർ കണ്ണൂര് അതിന് അനുവാദം തരികയും കണ്ണൂര് നമ്മളിപ്പം അതിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊരു
ഈ തുടങ്ങിയത് എന്ന് പറയുമ്പം അല്ല, യഥാർത്ഥ സത്യം പറയേണ്ടത് ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ഇപ്പം രമാദേവി മാഡത്തിനെ പോലെയും അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുകയും പ്രോസസ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായി. പക്ഷെ നമ്മള് ചെല്ലുമ്പോൾ ഒരു ഡോക്യുമെന്റേഷന്റെ അഭാവത്തില് ഇത് സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ അവര് ഇത് പറയുന്നത് ഇതൊരു പ്ലാസിബോ ഇഫക്റ്റ് ആവാം, അങ്ങനെ പല തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുക്കാനും ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കാനുമുള്ള ഒരു നിലപാടെടുക്കുകയും. അപ്പൊ അതാണ് ജനനി എന്നുള്ള പ്രോജക്റ്റിന്റെ ഒരു സയന്റിഫിക് ബേസിസിൽ നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യുക. നമ്മൾ എടുക്കുന്ന എല്ലാ കേസും നമ്മൾ ഡയഗ്നോസ് ചെയ്ത് എടുക്കുക. അപ്പൊ ആദ്യകാലത്തിലൊക്കെ നമുക്ക് വളരെ, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ വർഷം നമ്മൾ കണ്ടിരിക്കുന്ന കേസ് 99 കേസാണ്. അതിലെല്ലാം ഇൻഫെർട്ടിലിറ്റി അല്ല, കുറച്ച് ഗൈനക്കോളജി കേസുകളും ഉൾപ്പെടെയാണ് ആദ്യത്തെ വർഷം നമ്മൾ തുടങ്ങിയിരിക്കുമ്പം ഉണ്ടായിരുന്നു. 99 കേസ് ഒരു വർഷം. പക്ഷെ ആ 99 കേസിൽ 17 ഇൻഫെർട്ടിലിറ്റി കേസ് നമുക്ക് പോസിറ്റീവായി. അത് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇപ്പം നമ്മൾക്ക് ഒരു വർഷം 1000-ലേറെ കേസുകളാണ് നമുക്ക് ഓരോ യൂണിറ്റിലും നമ്മൾ തേടിയത്. ആദ്യകാലങ്ങളിൽ നമുക്ക് എത്തിയിരുന്ന കേസുകൾ വളരെ ഒരുപാട് പ്രായമായ ആൾക്കാര്, എല്ലാവരും കൈവിട്ട കേസുകൾ, ഇങ്ങനെയൊക്കെയായിരുന്നു വന്നത്. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ടേൺ എന്ന് എനിക്ക് ഫീൽ ചെയ്തത് യങ്സ്റ്റേഴ്സ് കപ്പിൾസ് ഒരു 3-4 വർഷമായിട്ടും അത് അവര് ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് തന്നെ ഹോമിയോപ്പതിയിലേക്ക് വരാനായിട്ട് അവർ തയ്യാറെടുക്കുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ്. അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അങ്ങനെ വരുമ്പം നമുക്ക് റിസൾട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധിക്കും. മുമ്പ് ഒരുപാട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതോടെ മയാസം ബിക്കംസ് വെരി കോംപ്ലിക്കേറ്റഡ്, ബിക്കോസ് ഡ്രഗ് മയാസും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ബിക്കം ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട്. പക്ഷെ ഇപ്പം അതുകൊണ്ട് നമ്മളിപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ന്യൂ ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി വരണം. അപ്പൊ ഇപ്പോഴത്തെ ഇൻഫെർട്ടിലിറ്റിയിൽ വളരെയധികം യങ്സ്റ്റേഴ്സ് ട്രീറ്റ്മെന്റിന് വരാൻ തുടങ്ങുകയും ചെയ്തു. അതൊരു നല്ലൊരു വഴിത്തിരിവ് തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ടീം എഫേർട്ടാണ്. ആ ഒരു ടീമിന്റെ ഒരു ആദ്യത്തെ ഡോക്ടർ ആവാനുള്ള ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നുള്ളതാണ്. നിങ്ങൾ ഈ പറയുമ്പോഴും എൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാരുടെ എഫേർട്ട് ആണ് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എന്നാണ് പറയുന്നത്. സന്തോഷം. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കുന്നുണ്ട്. എല്ലാത്തിനും അത് അത്ര അങ്ങോട്ട് വെളി ലോകത്തിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. പക്ഷെ ഇന്നും ഞാൻ ഈ കാറിൽ യാത്ര ചെയ്തപ്പോൾ FM-ല് കൊല്ലം ജില്ലയിൽ സ്മിത എസ് പിള്ളയുടെ അഭിമുഖം ഇന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടോണ്ടാണ് കുറച്ചു ദൂരം ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചത്. അപ്പൊ ഇപ്പൊ സീതാലയത്തിനെ കുറിച്ച്, വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് സീതാലയത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചാണ് സ്മിത എസ് പിള്ള ഇന്ന് അഭിമുഖം ഉണ്ടായിരുന്നു. എന്താണ് റേഡിയോ ബെൻസിഗറിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോഴും തുല്യതയെ കുറിച്ച് പറയുമ്പോഴും ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്കാണ്. നിയമസഭയിൽ എത്രത്തോളം തുല്യത ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കേണ്ടത് അവിടെയാണ്. തുല്യത വല്ലയിടവും എത്തുന്നുണ്ടോ? അപ്പൊ ഇനിയും നമുക്ക് ആക്സിലറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്, ആക്സിലറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതലായിട്ട്. കാരണം അവിടെയെങ്ങും ഒരു തുല്യതയുടെ അടുത്തുപോലും എത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനിയും അതുകൊണ്ട് കൂടുതൽ മുന്നേറാനുണ്ട്. തുല്യത കൂടുതൽ കൈവരിക്കാനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇതിലെല്ലാം ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഈ ഒരു വനിതാ ദിനം നമ്മൾ ആചരിച്ചു. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജ്യോതിലക്ഷ്മി, നമ്മുടെ IFPHന്റെ ട്രഷററുടെ സഹധർമ്മിണി കൂടിയാണ്, ഡോക്ടർ ജ്യോതിലക്ഷ്മിയെ ക്ഷണിക്കും. കേൾക്കാമോ ഡോക്ടർ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണ് കുടുംബം. അപ്പൊ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിന് സ്ത്രീക്കും പുരുഷനും ഈക്വൽ പങ്കാളിത്തം ഉള്ളതാണ്.
ഇപ്പം പലയിടത്തും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്, പല വീടുകളിലും ഇന്നത്തെ കാലത്ത് പോലും സ്ത്രീകൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്ന സ്ത്രീകളായാലും അല്ലാത്തുള്ളവരായാലും അതിന്റെയൊക്കെ ഫലമായിട്ട് പല കേസ് നമുക്ക് ഓവറിയൻ സിസ്റ്റ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ബ്രസ്റ്റ് പിന്നെ ക്യാൻസർ, ഫൈബ്രോയിഡിനോമ, ഇതെല്ലാം ഈ സപ്രസ്ഡ് ഇമോഷൻസിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുന്ന ഒരു കുറെ അസുഖങ്ങളാണ്. നമ്മൾ ഹോമിയോപ്പതിക്കാരായതുകൊണ്ട് നമുക്ക് കൂടുതലും അവരുടെ ലൈഫ് സ്പേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉള്ളത് കൊണ്ടും നമുക്ക് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലി നന്ദി രേഖപ്പെടുത്തലാണ്. അപ്പൊ ഇന്നത്തെ IFPHന്റെ വനിതാ ദിനത്തിലെ പ്രത്യേക പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയയായ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിക്ക് ആദ്യമായി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ആശംസകൾ അർപ്പിച്ച ഡോക്ടർ ശ്രീവിദ്യ, സൂപ്രണ്ട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി എറണാകുളം, പിന്നെ ശ്രീമതി ഗംഗ സുരേഷ്, പ്രിൻസിപ്പൽ ശിവഗിരി നാരായണ സെൻട്രൽ സ്കൂൾ അരുവിപ്പുറം തിരുവനന്തപുരം എന്നിവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ കവിത, ചരിത്ര വിഭാഗം മുൻ മേധാവി, ഗവൺമെന്റ് വിമൻസ് കോളേജ് ട്രിവാൻഡ്രം, മാഡത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ സ്വാഗതം അർപ്പിച്ച ഡോക്ടർ അജ്നി ഷംസുദ്ദീനും മോഡറേറ്ററായ ഡോക്ടർ ഷൈലയ്ക്കും എൻ്റെ പേരിലും IFPHന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പരിപാടിയിലേക്ക് നമുക്ക് അതിഥികളെ എത്തിച്ചു തന്ന നമ്മുടെ സ്വന്തം ഭാഗ്യേച്ചി ഡോക്ടർ ഭാഗ്യലക്ഷ്മിക്കും കേരള കൗമുദിയിലെ കലാ മാഡത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിന് പുറമെ ഇതെല്ലാത്തിനും മുന്നേ നിന്ന ഡോക്ടർ മനോജിനും നമ്മുടെ IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡോക്ടർ ഷാജി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ടിനും എല്ലാവർക്കും, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ, എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഡോക്ടർ ജ്യോതിലക്ഷ്മിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ ഈ പ്രത്യേക പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. Thank you.